തൃശൂർ പൂരത്തിൽ കുറുങ്കുഴൽ വായിച്ച് അത്ഭുതപ്പെടുത്തുകയായിരുന്നു ദേവഭദ്ര എന്ന കൊച്ചുമിടുക്കി. അയ്യന്തോൾ ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലാണ് കുറുങ്കുഴൽ വായിച്ച് ഈ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അത്ഭുതമായത്. കുറുങ്കുഴൽ വിദ്വാൻ കൊമ്പത്ത് അനിൽകുമാറിന്റെ ശിഷ്യയാണ് ദേവഭദ്ര. മേളങ്ങളോടും വാദ്യങ്ങളോടുമുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ദേവഭദ്രയെ ഇത്ര ചെറുപ്പത്തിലെ തന്നെ കുറുങ്കുഴൽ കലാകാരിയാക്കിയത്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതമായി മാറിയ ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ കൂടെയുണ്ട്, ദേവഭദ്ര. ദേവഭദ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യന്തോൾ ദേശത്തിൽ കുറുങ്കുഴൽ വായിച്ചത് ദേവഭദ്രയാണെന്നുള്ളതാണ്. വലിയ കലാകാരന്മാരുടെ കൂടെ കുറുങ്കുഴൽ വായിക്കാനുള്ള ഭാഗ്യം ദേവഭദ്രയ്ക്ക് കിട്ടി. അപ്പോൾ ദേവഭദ്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എത്ര വയസ്സുണ്ട് ശരിക്കും? എനിക്ക് 9 വയസ്സുണ്ട്. 9 വയസ്സുണ്ട്. ഈ 9 വയസ്സിൽ എങ്ങനെയാണ് ഈ ഒരു കുറുങ്കുഴൽ വായിക്കണം അല്ലെങ്കിൽ കുറുങ്കുഴലിലേക്ക് എത്തിയത്? ഇഷ്ടം കൊണ്ടാണോ? എങ്ങനെ എത്തിയത്? ഇഷ്ടം കൊണ്ടാണ്. പൂരങ്ങളിലെ ഏറ്റവും ഇഷ്ടം കുറുങ്കുഴലാണോ? അതെ. ആരാണ് മോളെ പഠിപ്പിക്കുന്നത്? അല്ലേട്ടൻ. തൃശ്ശൂർ പൂരത്തിൽ ആദ്യമായിട്ട് കുറുങ്കുഴൽ വായിച്ചപ്പോൾ എന്താണ് മോൾക്ക് തോന്നിയത്? സന്തോഷം തോന്നി. വലിയ വലിയ ആൾക്കാരുടെ കൂടെയല്ലേ വായിച്ചത്? അതെ. ഇനി എന്താ മോളുടെ ആഗ്രഹം? ഇപ്പൊ തൃശ്ശൂർ പൂരത്തിൽ വായിച്ചു, ഇനി അടുത്ത ആഗ്രഹം എന്താ? ഇനി അങ്ങനെയില്ല, പറയണ മേളങ്ങൾക്കൊക്കെ പോകും. തൃശ്ശൂർ പൂരം അല്ലാതെ വേറെ ഏതൊക്കെ മേളങ്ങൾക്കാണ് മോള് വായിച്ചിട്ടുള്ളത്? കുറേ മേളങ്ങൾക്ക് വേണ്ടി, വള്ളിശ്ശേരി, പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിന്, അങ്ങനെ കുറേ മേളങ്ങൾക്ക് വേണ്ടി. എന്താണ് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ് ഈ കുറുങ്കുഴൽ വാദ്യത്തിനോട്? അത് എനിക്ക് കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടമായതാണ്. എന്താ കാരണം? എന്താ കാരണം ചോദിച്ചാൽ അങ്ങനെ അറിയില്ല, കണ്ടപ്പോൾ തൊട്ട് അങ്ങനെ. ഞാൻ എല്ലാ മേളക്കൾക്കും പോകും അച്ഛൻ്റെ ഒപ്പം കാണാൻ. അപ്പം അങ്ങനെ അതിനോടുള്ള ഇഷ്ടം. നമുക്ക് ഈ മോളുടെ അച്ഛനും കൂടെ ചേരുന്നുണ്ട്, അത് കൃത്യമായി തന്നെ ചോദിക്കണം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ശ്യാം എന്നാണ്. അപ്പോൾ ഒരു അത്ഭുതമാണ് ശരിക്കും, വലിയ വലിയ ആൾക്കാരുടെ ഒപ്പം കുഞ്ഞു മോളിരുന്ന് വായിക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഒരു മോളെ ഒരു പഠിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയത്? ഇല്ല, ആള് ചെറുപ്പം തൊട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അനിലേട്ടെന്ന് പറഞ്ഞല്ലോ, ആള് നമ്മുടെ തിരുവമ്പാടിയുടെ കുറുങ്കുഴലിൻ്റെ പ്രമാണിയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ആൾ വളർന്നത് ഇതൊക്കെ അവരുടെ കൂടെ തന്നെ. അല്ലാണ്ട് മോളുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പൂരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുൾ ടൈം അമ്പലത്തിലാണ്. അതുപോലെ ഊരകത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആൾ അമ്പലത്തിലും ഇതിലൊക്കെ സജീവമായിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അനിലേട്ടൻ ഇപ്പോൾ പറ്റു പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മേളങ്ങളുടെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റു പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടം തോന്നിയിട്ട് ഇതാക്കിയതാണ്, നമ്മളല്ലാണ്ട് നിർബന്ധിച്ച് ഇതാക്കിയതൊന്നല്ല. ഇപ്പോൾ ഇത്രയും ചെറിയ കുട്ടികളൊക്കെ തൃശ്ശൂർ പൂരം പോലെ അത്ര വലിയൊരു പൂരത്തിൻ്റെ എഴുന്നള്ളത്തിന് കുറുങ്കുഴൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ മോള അങ്ങനെ കണ്ടപ്പോൾ തോന്നിയ ഒരു വികാരം എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും സന്തോഷമായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനിലേട്ടൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിലേട്ടൻ്റെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ മേളകൾക്കും അല്ലെങ്കിൽ ഇത്രയും പോകുന്ന ഒരു ചെറിയ കുട്ടീനെ ഒരു മേളത്തിന് കൊണ്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അത്രയും ഉള്ള കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ടാണ് ആൾ കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഊരകത്ത് ഊരകമ്പലത്തിൽ തൃക്കാർത്തികയുടെ സമയത്ത്. അതിന് മുമ്പ് വൃശ്ചികം 41 ദിവസം ശിവേലി ഉണ്ട്. ആ ശിവേലിക്ക് എല്ലാ ദിവസവും ആളുടെ ചേട്ടനുണ്ട്, രണ്ടുപേരും കൂടിയിട്ട് മേളത്തിന് നിൽക്കാറുണ്ട്, ശിവേലിക്ക് മേളത്തിന് നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കാർത്തികയ്ക്ക്, പിന്നെ നമ്മുടെ അവിടെ തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം ഉണ്ടല്ലോ, ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ഊരകത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ പൂരങ്ങൾ, അതുപോലെ ചാത്തക്കുടം, പിന്നെ അതിന് ശേഷമാണ് പെരുമ്പാവൂർ ജയറാമേട്ടൻ്റെ ഒപ്പം, പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയുള്ള ഈ തൃശ്ശൂർ പൂരം, ഇതൊക്കെ കൂടിയിട്ട് അത്യാവശ്യം എല്ലാത്തിലും അല്ലാണ്ട് ഒരാളുടെ ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. CS ബൈജുവിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.